ഹലോ. മാളയിൽ ഒരു കുട്ടിയെ കുളത്തിൽ മുക്കിക്കൊന്നിരിക്കുകയാണ്. പ്രതിയായിട്ടുള്ളത് വെറും 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. യുവാക്കൾക്കിടയിലെ കുട്ടികൾക്കിടയിലെ കുറ്റകൃത്യങ്ങൾ ഏറി വരുന്നതിൻ്റെ സൂചനയാണ്. എന്നിട്ട് അതിനെ നിസ്സാരമായിട്ട് കാണുന്ന ഈ അടുത്ത് നമുക്കറിയാം, താമരശ്ശേരിയിൽ കുട്ടികളാണ് സഹപാഠിയെ അടിച്ചു കൊന്നത്. ഇതിനെയൊക്കെ ലഹരിയുടെ പേരിലും മറ്റും നിസ്സാരവൽക്കരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കേസിലാണെങ്കിൽ, 20-കാരൻ്റെ കേസിലാണെങ്കിൽ, ഈ കുട്ടിയെ കുളത്തിൽ മുക്കി കൊന്നവൻ്റെ കേസിലാണെങ്കിൽ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയാണ്. അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി വന്നതാണ്. അത്യന്തം ഭീകരമായിട്ടുള്ള, എപ്പോഴും ഓർക്കേണ്ടതായിട്ടുള്ള, നമ്മളെയൊക്കെ ഉറക്കം കെടുത്തേണ്ടതായിട്ടുള്ള ഒരു ചിന്ത നമ്മെ നയിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പോരായ്മകളാണ്. അടിയന്തരമായി ഇതിനൊരു മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇനിയും കുറ്റകൃത്യങ്ങൾ കൂടും. ആളുകളുടെ ജീവന് പുല്ലുവിലയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഉയരുന്നതിൽ യാതൊരു തർക്കവുമില്ല. ഈ അവധിക്കാലമാണ്, കുട്ടികൾ കളിച്ചുകൊണ്ട് നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഒരു പിഞ്ചുകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി കുളത്തിൽ മുക്കിക്കൊല്ലുന്ന, എന്നിട്ട് അത് പ്രതിയെയും കൂട്ടി തെളിവെടുപ്പിന് വന്നപ്പോൾ യാതൊരു കുസലുമില്ലാതെ ചിരിച്ചുകൊണ്ട് അതിനെ നേരിടുന്നത് വളരെ നിസ്സാരമായി അതിനെ കാണുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതായത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ കാരണം നിയമവ്യവസ്ഥയിലെ ദൗർബല്യങ്ങളാണ്. അതായത് ഒരാളെ കൊന്നവൻ ഇവിടെ വധശിക്ഷ കിട്ടുന്നത് അപൂർവമാണ്. അപൂർവങ്ങളിൽ അപൂർവമായ കാര്യങ്ങൾക്ക് മാത്രമേ വധശിക്ഷ വിധിക്കാവൂ എന്നുള്ള നിയമമാണ് ഇതിനെല്ലാം കാരണം. അതേപോലെ പെട്ടെന്ന് ജാമ്യം കൊടുക്കുക. എത്ര കുറ്റവാളികളാണ് അവന് ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയുക? ഇനി ജയിലിലാണെങ്കിൽ അവൻ സുഖജീവിതം. ഇനി അഥവാ ശിക്ഷ വിധിക്കുകയാണെന്നല്ലേ ഒരു 10-20 വർഷം തന്നെ കഴിഞ്ഞിട്ട്, അതും രാഷ്ട്രപതി അംഗീകരിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് കാലം കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ, അതായത് രാജ്യത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, രാജ്യദ്രോഹം, അതുപോലെ കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്ന ആളുകൾ, മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ആളുകൾ, ഇവർക്കൊക്കെ തന്നെ ഇവരുടെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം കോടതികൾ സ്ഥാപിക്കുകയും അത് ഫാസ്റ്റ് ട്രാക്ക് കോടതികളായി രൂപാന്തരപ്പെടുകയും വേണം. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്ത് ശിക്ഷ വിധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഇത്തരം ആളുകൾ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. അതല്ലെങ്കിൽ ജനങ്ങൾ കൂടിയാലോചിച്ച്, ഇലക്ഷനോടനുബന്ധിച്ചാണെങ്കിലോ മറ്റോ കൂടിയാലോചിച്ച് നിയമനിർമ്മാണത്തെപ്പറ്റി ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. ഇങ്ങനെ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ, ഈ ശിക്ഷയുടെ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിക്കും. അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ഇതിലേക്ക് പതിയേണ്ടതുണ്ടെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.